നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണു, ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു ചലഞ്ചസാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അഥവാ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അവർ വിചാരിച്ച അനുസരിച്ചുള്ള റിസൾട്ടോ കാര്യങ്ങളൊന്നും ബിസിനസ്സിൽ വരുന്നില്ല. അഥവാ പല ആളുകളും മാർക്കറ്റിംഗിൽ ഫെയിൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലാൻ ഇല്ലാതെ മാർക്കറ്റിംഗ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അഥവാ അവരെന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണോ, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ആ ഡിസൈൻ വെച്ചിട്ട് ആഡ് റണ്ണ് ചെയ്യണോ, നമ്മളെ ഓഡിയൻസിനെ കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കാതെ അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് ക്രിയേഷന് അവർ ശ്രമിക്കുന്നു. അപ്പോൾ അഥവാ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അഥവാ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് റിസർച്ച് നല്ല രീതിയിൽ ചെയ്യുക, അതേപോലെ നല്ല രീതിയിൽ കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്യുക. ഇതിൻ്റെ ബേസിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലാൻ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം, മാർക്കറ്റിംഗ് ചെയ്യാൻ പല രീതിയിലൊരു ചാനൽസ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ ഗൂഗിൾ ആഡ്സ് ഉണ്ട്, SEO ഉണ്ട്, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്. ഇനി ഓഫ്ലൈൻ മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ ഹോർഡിങ്സ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ്, അത് ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയും ഒന്നിച്ച് തല വെക്കുക എന്നുള്ളതാണ്. അഥവാ ഓരോ ബിസിനസ്സും അതിൻ്റേതായ മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്. അത് കണ്ടറിഞ്ഞിട്ട് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. 1-2 മാർക്കറ്റിംഗ് ചാനൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചെറുതായിട്ട് മറ്റുള്ള ചാനൽസിലും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും സോഷ്യൽ മീഡിയയിൽ ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആഡ്സ് റണ്ണ് ചെയ്യേണ്ട മുന്നേ അതിൻ്റേതായ ഓഡിയൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കില്ല എന്നുള്ളതാണ്. ആ ഓഡിയൻസിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അവർ എത്തരത്തിലുള്ള സൊല്യൂഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അഥവാ ഓഡിയൻസിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ എത്തരത്തിലുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം, എത്തരത്തിലുള്ള ക്രിയേറ്റീവാണ് ഓരോ ഓഡിയൻസിന് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വരുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൂടുതൽ നോളജ് ഇല്ലാതെ അല്ലെങ്കിൽ എക്സ്പെർട്ടൈസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ SEO, ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ചില ബിസിനസ്സുകളൊക്കെ അതിൻ്റെ ബിസിനസ് ഓണേഴ്സിന് ഇതെല്ലാം ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ എമൗണ്ട് കുറേ പോകുന്നുണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് റിസൾട്ടൊന്നും കിട്ടാത്ത ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാതെ പോസ്റ്റേഴ്സും ഡിസൈൻസും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ചില ആളുകളൊക്കെ ഉണ്ട് 50 രൂപയൊക്കെ വെച്ചാൽ സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വർക്ക് കൊടുത്തു. ഇവർ ഈ ക്യാൻവയിലും അതിലൊക്കെ വലിയ ഈ ഡിസൈനിങ് നോളജ് ഒന്നും ഇല്ലാതെ ഇവരെന്നെ സ്വയം ചെയ്യാൻ നോക്കും. ഇനി അതെല്ലാം നിന്നെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഡിസൈൻസൊക്കെ ചെറിയ ബഡ്ജറ്റിന് കിട്ടുന്ന സ്ഥലത്തൊക്കെ വർക്ക് കൊടുത്തിട്ടൊക്കെ വീഡിയോസും പോസ്റ്റേഴ്സൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഇവർ മനസ്സിലാക്കേണ്ടത് ബ്രാൻഡിങ് അല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കാര്യം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ലോങ് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അധികം ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളതാണ്. ഇനി ലോങ് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടുള്ള SEO ആയിക്കോട്ടെ, കണ്ടൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഇതൊക്കെ ലോങ് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ചെയ്താലും പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ അഥവാ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിന് മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം മാർക്കറ്റിങ്ങിൻ്റെ കൂടെ തന്നെ, ഷോർട്ട് ടേം മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ ആഡ്സ് ഇതെല്ലാം നമുക്ക് ഷോർട്ട് ടേം മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ ഓർഗാനിക്കായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളും SEO, കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഷോർട്ട് ടേം മാർക്കറ്റിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു ബിസിനസ് സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കൂടിയും ലോങ് ടേം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ലീഡ്സുകൾ വന്നിട്ടുണ്ടാവും, ഒരുപാട് കൺവേർഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റകളോ, ആഡ്സ് ഡാറ്റകൾ അല്ലെങ്കിൽ സെയിൽസ് ഡാറ്റകൾ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ അനലൈസ് ചെയ്യാതെ മാർക്കറ്റ് തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു മിസ്റ്റേക്കാണെന്നുള്ളതാണ്.